വിശാഖ എന്നെ എതിരേറ്റത് ഈ ഫിസിക്സ് പുസ്തകവും ഒപ്പം അകത്ത് പാട്ട് ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ അരികിൽ വന്നു. ഈ ഫിസിക്സും പാട്ടുമായിട്ടുള്ള മിക്സിംഗ് ആണോ വൈകിട്ടത്തെ പരിപാടികൾ? അല്ല, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇത് ചിലപ്പോൾ മിക്സ് ആവും, ചിലപ്പോൾ വേറെ വേറെ നമ്മൾ കൊണ്ടുപോകും. ഇത് മിക്സ് ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട്? പിന്നെന്താ. ഇപ്പൊ വൈശാഖൻ യൂട്യൂബിനകത്ത് സംഗീതത്തിന്റെ ശാസ്ത്രമൊക്കെ പറയുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അതെന്താണ് ശരിക്കും? ഞാൻ ആ പരിപാടി നന്നായിട്ട് കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ ശാസ്ത്ര പ്രചാരകനായിട്ടാണല്ലോ പൊതുവിൽ എൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ശാസ്ത്രം പ്രചരിപ്പിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ എന്താണ് ഈ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടെ ചേർത്താണെന്ന് തോന്നുന്നു ഇതിന് ഉത്തരം പറയേണ്ടത്. അതായത് സയൻസ് നമ്മൾ സ്കൂളിൽ ഡ്രൈ ആയിട്ട് പഠിക്കുന്നൊരു വിഷയമായിട്ടാണ് പൊതുവിലുള്ളൊരു പെർസെപ്ഷൻ. സംഗീതം എന്നൊക്കെ പറയുന്നത് കലയാണ്. ഈ ബുക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടൽ വന്നതുപോലെ. അതിൽ ശ്വാസം മുട്ടലൊന്നുമില്ല, അതിൽ പറയുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ച് അധികം ഒരുമിച്ച് പറയുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ വിരസമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമാണ് സയൻസ് എന്നും പ്രത്യേകിച്ച് ഫിസിക്സ് പോലുള്ള വിഷയങ്ങളെന്നും കല എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ള ഒന്നാണെന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ ഞാൻ സയൻസിനെ മനസ്സിലാക്കുന്നത് ലോകത്തെ മനസ്സിലാക്കാനുള്ള മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയതിൽ ലോകത്തെ മനസ്സിലാക്കാൻ ഏറ്റവും വിശ്വസനീയമായ ഒരു മാർഗം, ഒരു മെത്തഡോളജി ആയിട്ടാണ് സയൻസിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ അംശങ്ങളും സയൻസിലൂടെയും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് ഞാൻ ആസ്വദിക്കുന്നതും മറ്റുള്ളവർ ആസ്വദിക്കുന്നതായിട്ട് ഞാൻ കാണുന്നതും എന്നുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സും, നമ്മുടെ കൗതുകങ്ങളും വികാരങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളുടെയും പിന്നിലൊരു സയൻസ് ഉണ്ട്. അത് സയൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതിനെ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മ്യൂസിക്കിനെയും നോക്കിക്കാണുന്ന ആളാണ്. ഞാൻ മ്യൂസിക് പഠിച്ചിട്ട് പാട്ട് പാടും കേട്ടോ. ഇന്ന് ഈ മനുഷ്യന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡും കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകുള്ളൂ. ഇതിനു മുമ്പ് നിങ്ങൾ ഹാർഷ് ആയിട്ടുള്ള സൈഡാണോ എക്സ്പ്ലോർ? നിങ്ങൾ മറ്റേ തമോഗർത്തത്തിൽ പോവുക, ടൈം ട്രാവൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വൈശാഖന്റെ സിമ്പിൾ പരിപാടികൾ. അതെ, അങ്ങനെ. അപ്പൊ ഇന്ന് പാട്ടും കൂടെ പാടുമായിരിക്കും അല്ലേ? വേണ്ടി വന്നാൽ അതും ചെയ്യുന്ന ഒരാളാണ്. ഓ, അതാണ്, ആ കോൺഫിഡൻസ് ആണ് വേണ്ടത്. പക്ഷെ ഈ ചുള്ളനായിട്ടുള്ള ഒരു അധ്യാപകൻ ഇപ്പൊ കോളേജിലെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ വലിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഒരു കുഞ്ഞു മനുഷ്യനായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ പ്രായമൊക്കെ ഉണ്ടാവുമായിരിക്കും. എനിക്കൊരു 10-27 വയസ്സേ തോന്നിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേർ ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷെ അതിൽ കൂടുതൽ ഈ പറയുന്ന ഒരു റീച്ചിന് കുറച്ചുകൂടെ യങ്ങായിട്ടിരിക്കുന്ന ഭയങ്കര സുഖമുള്ള പരിപാടിയല്ലേ? യങ്ങായിട്ടിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അപ്പിയറൻസോ കൊണ്ടോ ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ പൊതുവിൽ അങ്ങനെ ഒരു സാറാവാൻ ശ്രമിക്കാത്ത ആളാണ്. ഈ ഒരു ബലം പിടുത്തം ഇല്ല, അതെൻ്റെ അപ്പിയറൻസുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് അറിയണം. അപ്പിയറൻസ് എനിക്ക് പല സമയങ്ങളിലും ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ഈ ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ എന്നെ ക്ഷണിച്ച ആളിന് അറിയാമായിരിക്കും, പക്ഷെ അവിടുത്തെ മറ്റുള്ളവർക്ക് എന്നെ ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പം അവരിൽ പലരും എന്നെ നിർത്തിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, ഗസ്റ്റ് വരാൻ വെച്ചിട്ട് എവിടെ കുറേ നേരം ആയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എൻ്റെ കോളേജിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് എന്നെ തടയും. ഞാൻ ഹെൽമെറ്റ് വെച്ച് 2 വീലറിൽ പോകുമ്പോൾ കുറേ നാളെടുത്തു അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ. കാരണം ഇത് വിദ്യാർത്ഥികൾക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം താഴെ തന്നെ ആയതുകൊണ്ട് വണ്ടിയും കൊണ്ട് മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പം ഞാൻ ഈ 2 വീലർ കൊണ്ട് നേരെ കയറുമ്പോൾ പലപ്പോഴും തടയാറുണ്ട്. അത് ഈ ശരീര വലിപ്പം കുറവായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു സൈഡിൽ കൂടെ ഞാനത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ സുഖമുള്ള പരിപാടിയല്ലേ ഒരു വിദ്യാർത്ഥിയെ തീർച്ചയായിട്ടും ചെല്ലാൻ കഴിയുക, അവിടെ നിൽക്കുക, അവരുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് അവർക്ക് തന്നെ തോന്നി. കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എന്നെ കൂടെ ചേർത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ പിള്ളേരൊക്കെ വന്ന് തോളിക്കൈ തിന്നുന്ന രീതിയിലുള്ള ഒരു സൗഹൃദവും അങ്ങനെ അതിനുള്ളൊരു ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാനങ്ങനെ ഒരു മസിൽ പിടുത്തം എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമല്ല. പിന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്വഭാവം, ഞാനൊരു അന്തർമുഖനാണ്, ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ആ സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഫീൽ ചെയ്യണം എന്നുമില്ല. ഞാൻ പൊതുവിൽ ഇങ്ങനെ കോൺവെർസേഷൻസ്, 1-to-1 കോൺവെർസേഷൻസ് അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ മടിയുള്ള ആളാണ്. എൻ്റെ സംസാരിക്കാൻ പറയുന്നത് വരെ ഞാൻ സംസാരിക്കില്ല. ചിലപ്പോൾ സംസാരിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ ആ ഒഴുക്കിലങ്ങ് പൊക്കോളും. ഇനി നോർമലി തന്നെ ഈ ഒഴുക്കിൽ വരുന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വന്ന് കമ്പനി അടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ചും എങ്ങനെ മാനേജ് ചെയ്യും? അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നമ്മുടെ പൊസിഷനിൽ അതങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ്. അത് ഗ്യാപ്പ് എന്ന് വിളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഒരു മാർജിൻ ബ്രേക്ക് ചെയ്യപ്പെടുന്നതായിട്ടോ അങ്ങനെ ബൗണ്ടറി ബ്രേക്ക് ചെയ്യപ്പെടുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സാധാരണ ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഡൈനാമിക്സ് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബാക്കി തമാശയോ ഒക്കെ ഉണ്ടാകുന്നത്. അതിലൊരു ബുദ്ധിമുട്ട്, അതായത് മനഃപൂർവ്വമായിട്ടൊരു ശ്രമം ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല. അപ്പോൾ ഒന്നും എനിക്ക് അങ്ങനെ ഇടാനുള്ളൊരു സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് പറ്റും. ഇങ്ങനെ അങ്ങ് ഇരിക്കുക, അതാണ് ഭാരം കുറഞ്ഞൊരു പരിപാടി. അതാണ് ഈ വൈശാഖൻ എങ്ങാണ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശൈശവ ദശയിലാണ്.
സത്യത്തിൽ അതിന് കുറച്ച് വർഷങ്ങളുടെ ഒരു ചരിത്രമേ നമുക്ക് അവകാശപ്പെടാനുള്ളൂ, ഇല്ലെങ്കിൽ നിരീക്ഷണ പരീക്ഷണങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ നിന്ന് നമ്മൾ നേടിയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത്. ഈ ശൈശവദശയിലായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാം. ഇപ്പം നമ്മൾ എ ഐയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ എ ഐ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതി കാണിക്കുന്ന ആ എ ഐ അല്ല. അത് സത്യത്തിൽ അതൊരു എ ഐ ആയി വരണമെങ്കിൽ നമ്മളിനി എത്ര കാലം മുമ്പോട്ട് പോകണം? അപ്പോൾ ശാസ്ത്രം ശരിക്കും ശൈശവദശയിലാണോ? അത് ശൈശവദിശയിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക്, അതായത് നമ്മൾ മനുഷ്യരുടെ ശൈശവം നമ്മൾ പറയുന്നത് മനുഷ്യരുടെ അഡൽട്ട്ഹുഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ സയൻസിന്റെ ഒരു മെച്ചൂർ അഡൽട്ട് സ്റ്റേജ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണോ അതിന്റെ അഡൽട്ട്ഹുഡ്, അതോ ഇത് ശൈശവമാണോ നമുക്ക് അറിയില്ല. മനുഷ്യന്റെ ഒരു ചരിത്രമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രത്തിന്റെ ഒരു ശൈശവമാണെന്ന് പറയാം. കാരണം ഒരു ജീവി എന്ന നിലയിൽ ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ ഉണ്ടായിട്ട് 2 ലക്ഷം 3 ലക്ഷം വർഷമെങ്കിലും ആയിട്ടുണ്ട്. ആ 2 ലക്ഷം 3 ലക്ഷം വർഷങ്ങൾ, അപ്പോൾ 3 ലക്ഷം നമ്മൾ പറഞ്ഞാൽ പോലും 2,90,000 വർഷവും നമ്മൾ മറ്റ് മൃഗങ്ങളെ പോലെയാണ് ജീവിച്ചത്. അതായത് അപ്പം കിട്ടുന്ന റിസോഴ്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തും നമുക്ക് നേരെ വരുന്ന ത്രെട്ടിൽ നിന്ന് ഓടി മാറിയും മറ്റ് മൃഗങ്ങളുമായിട്ട് കമ്പീറ്റ് ചെയ്തും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിച്ചത്. അതായത് കാട്ടിലെ ജീവികളെ പോലെ. നമ്മളിപ്പോൾ സിംഹവും കടുവയും കുരങ്ങും മാനും എന്നൊക്കെ പറയുന്നത് പോലെ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യരും കൂടെ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്. നമ്മൾ ഈ കൃഷി കണ്ടുപിടിക്കുന്നതോടെയാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അതൊരു ഇന്ന് നമ്മൾ കരുതുന്ന എയർലിസ്റ്റ് എവിഡൻസ് പറഞ്ഞാൽ 12,000 വർഷമാണ്. ഈ പറഞ്ഞ 3 ലക്ഷം വർഷത്തിൽ ഈ അവസാനത്തെ 12,000 വർഷത്തിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പഠിക്കുന്നത്. ഇന്നും കൃഷി ചെയ്യാൻ പഠിച്ചിട്ടില്ലാത്ത മനുഷ്യരുണ്ട്. ഇപ്പം നമ്മൾ ആമസോണിൻ്റെയൊക്കെ ഉൾഭാഗങ്ങളിലുള്ള ഗോത്രങ്ങൾ അവരിപ്പോഴും കൃഷി ചെയ്യാറില്ല. അവരിപ്പോഴും പഴയ ഹണ്ടർ ഗ്യാദർ ജീവിതശൈലിയിൽ പിന്തുടരുന്നവരാണ്. അപ്പോൾ ഈ കൃഷി നമ്മുടെ മനുഷ്യരാശിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് സെറ്റിൽ ചെയ്യാണ്, ഒരിടത്ത് താമസിക്കുന്നത്. നമ്മുടെ നമ്മുടെ ഒരു അസറ്റായിട്ട് നമ്മൾ കൃഷിഭൂമി മാറ്റി വെക്കുന്നു. അപ്പോഴാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ വരുന്നത്. ഇത്ര എൻ്റെതാണ്, ഇത്രയാണ്. അതൊരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പിന്നെ നമുക്ക് അവിടെ തന്നെ താമസിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുഹയിൽ കിടക്കുന്നതിന് പകരം നമ്മളവിടെ താമസം ഉണ്ടാക്കേണ്ടി വരും. വീട് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ടൈം ഉണ്ടാക്കി. മറ്റങ്ങനെയല്ല, നമ്മൾ വിശപ്പ് മാറി ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത നേരത്തെ വിശപ്പിനുള്ള ആഹാരം തേടിക്കൊണ്ടിരിക്കണം. ഒരിക്കലും വിശ്രമമില്ല. അപ്പോൾ ഇത് വിശ്രമം തരുന്നു, ഫ്രീ ടൈം തരുന്നു. പിന്നെ ഈ ധാന്യങ്ങളും ഒക്കെയാണ് നമ്മൾ, ധാന്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കൊണ്ടാണ്, കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ധാന്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. പഴങ്ങളെ കഴുകിപ്പോകും. അപ്പോൾ ഈ ധാന്യങ്ങൾ വരുമ്പം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഫുഡ് സർപ്ലസ് വരും. അതായത് അടുത്ത ഫുഡിന് വേണ്ടി അന്വേഷിക്കണം, നമ്മൾ സ്റ്റോർ ചെയ്യണം, ഉണ്ടാക്കി വെക്കുന്നു. അതിൽ നിന്നൊരു ഭാഗം എടുത്ത് നമ്മൾ പിന്നെ തന്നെ സെലക്റ്റീവ് ബ്രീഡിങ് വഴി കൂടുതൽ മുഴുത്ത വിത്തുള്ള ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുന്നു. അപ്പോൾ ഈ ഫ്രീ ടൈം പിന്നെ മറ്റു പല നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അന്വേഷിക്കാം. എല്ലാവരും കൃഷി ചെയ്യുകയോ വേട്ടയാടുകയോ ഒന്നും ചെയ്യണ്ട. അപ്പോൾ കൃഷി ചെയ്യാത്ത ആൾക്കാർ വീട് വെക്കുന്നതിൽ കുറച്ച് പേര് എക്സ്പെർട്ടീസ് നോക്കുന്നു, കുറച്ച് പേര് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു, കുറച്ച് ആൾക്കാർ ഇതിനൊക്കെ പുറമെ മറ്റുള്ളവരെ കഥ പറഞ്ഞ് ആസ്വദിപ്പിക്കുന്നതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു, ചിലർ പാട്ട് പാടുന്നതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു. ശാസ്ത്രം ഇങ്ങനെ ഉണ്ടാകുന്നേ ഉള്ളൂ. ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതൊക്കെ പിന്നെ സാധ്യമായത്, പ്രചരിപ്പിക്കാൻ മാത്രം ശാസ്ത്രം വളർന്നില്ല. അപ്പോൾ ഈ ഒരു മനുഷ്യരുടെ കൾച്ചർ, നാണയം ഉണ്ടാകുന്നു, അക്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ എഴുതാൻ പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ നമ്മുടെ ഇന്നത്തെ മോഡേൺ ലൈഫിലെ പലതും കൃഷിയില്ലെങ്കിൽ അസാധ്യമാണ്. അപ്പം ഈ കൃഷിയിലൂടെയാണ് നമ്മൾ ഉണ്ടാകുന്നത്. എന്നിട്ട് കൃഷി കണ്ടെത്തി പിന്നെയും ഒരു എത്രയോ വർഷം, 12,000 വർഷം മുമ്പ് കൃഷി നമ്മൾ കഴിഞ്ഞത്. പിന്നെ അതിനകത്ത് നാഗരികതകളും ഒക്കെ ഉണ്ടായി വരുമ്പോൾ മനുഷ്യൻ പ്രകൃതിയെ അതിന് മുമ്പ് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ടൂൾസ് ഉണ്ടാക്കാൻ പഠിച്ചു, പാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു, വീല് കണ്ടെത്തുന്നു. വീലിൽ തന്നെ ആരക്കാലുകളുള്ള സ്പോക്ഡ് വീൽ എന്ന് പറയുന്ന അതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനെ മാറ്റിമറിച്ചത്. നമ്മൾ ആണി കണ്ടുപിടിക്കുന്നു, കോമ്പസ് കണ്ടുപിടിക്കുന്നു. ഒരു കഷ്ടിച്ചൊരു 400 വർഷം മുമ്പാണ് സയൻസിനെ ഒരു മെത്തഡോളജി ആയിട്ട്, ഒരു ഫോർമലൈസ്ഡ് മെത്തഡോളജി ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഒരു ചിട്ടയായ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ലോകത്തെക്കുറിച്ചുള്ള നമ്മൾ അറിവിങ്ങനെ പെട്ടെന്നങ്ങ് വളരാൻ തുടങ്ങി. അതുവരെയുള്ള അറിവ് ഒരു വിപ്ലവകരമായ മാറ്റം. അതാണ് ഈ ഒരു 400 വർഷം എന്ന് പറയുമ്പോൾ. ഒരു AD 1100 നിന്ന് ഒരാൾ ഒരു ടൈം മെഷീനിൽ കയറി 1300 വന്നാൽ അയാൾ 200 വർഷം ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ സാഹചര്യങ്ങൾ മാറിയാലും അയാൾക്ക് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ 1700 നിന്നും ഒരു ടൈം മെഷീനിൽ കയറി 2000 വരുന്ന ഒരാൾ, അയാൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. കാണുന്നതൊന്നും കണ്ടില്ല. മനുഷ്യർക്ക് രൂപമുണ്ട്, പക്ഷെ അവരുടെ അപ്പിയറൻസ് മാറി, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാറി, എല്ലാം മാറി. അപ്പോൾ അത് ഈ ഒരു കഴിഞ്ഞ ഒരു 400 വർഷത്തെ വളർച്ച നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാവുന്ന എന്തെടുത്തോളൂ, വൈദ്യുതി എടുത്തോളൂ, വാഹനങ്ങൾ എടുത്തോളൂ, അതെല്ലാം ഈ കഴിഞ്ഞ ഒരു 400 വർഷത്തെ ഇടവേളയിലുണ്ടാകും. അത് വലിയൊരു മാറ്റമാണ്. അതാണ് സയൻസ് നമുക്ക് ഉണ്ടാക്കിയ മാറ്റം. അപ്പോൾ അതിപ്പോഴും നമുക്ക് ശരിക്കും ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ചോദ്യങ്ങളൊക്കെ പറയുന്നത്
പ്രപഞ്ചത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതിന് ആ സമയത്തെ ഒരു സെക്കൻഡിന്റെ ഒരു കോടിയിലെ അംശം എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അറിയാത്തതൊരു ശൈശവമായിട്ട് കൂട്ടണോ അതോ അത് ഓൾറെഡി മെച്ചുവർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാറ്റമാണ്. വലിയ മാറ്റമാണ്. ഈ എയെ കുറിച്ച് ചോദിച്ചത് അടുത്ത് പറയാം. അതിനു മുമ്പ് ഈ സംഗീതത്തിന്റെ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ ഒരു ഭാഗത്ത് നമ്മൾ ചാടി ഇങ്ങോട്ടേക്ക് പോയത്, പാട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ട് തന്നെ ഈ പിറ്റേന്ന് ക്ലാസ് എടുക്കാനുള്ള ഫിസിക്സും പാട്ട് പലപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, പണ്ട് മുതലെയാണ്. ഇപ്പം സാധാരണ ഒബ്സർവേഷൻ അല്ല വൈശാഖനുള്ളത്, എല്ലാ കാര്യങ്ങളെയും ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനും ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും വൈശാഖനൊരു മനസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പാട്ടുകളും അങ്ങനെ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അതേ വെറുതെ കേട്ടുവിടുവോ? ഞാൻ വെറുതെ കേട്ടുവിടുന്ന ആളല്ല. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഈ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട് സംഗീത അഭ്യാസം എന്നതിനപ്പുറത്തേക്ക് ഞാൻ പാട്ടിനെ കുറെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ഗിത്താർ ഇരിപ്പുണ്ട്, അത് വായിക്കും. ഗിത്താറൊക്കെ എടുത്ത് തട്ടിയൊക്കെ നോക്കും. പ്രാക്ടീസ് മേക്സ് ആണല്ലോ. അപ്പൊ അതിന് മാത്രമുള്ള പ്രാക്ടീസ് ഉണ്ടാകാറില്ല. എല്ലാം ഒന്ന് കൈവച്ച് നോക്കിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാം, ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരാൾ സയൻസിലൂടെ ലോകത്തെ മനസ്സിലാക്കുക, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ഒരാൾ ഒരുപാട് കാര്യങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് എടുക്കുക. ഇതിന് എന്താ അങ്ങനെ ചോദിക്കുക. പക്ഷെ ഞാൻ പൊതുവിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. എനിക്ക് എല്ലാ കാര്യത്തിനും ഇതെന്തുകൊണ്ടാണെന്ന് അറിയണം. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സംഗതി ഇങ്ങനെ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതെന്ത് അങ്ങനെ പറ്റുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഭയങ്കര ഇതാണ്. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള വാക്ക് തന്നെ ആയിരിക്കും അതിന് പറ്റിയത്. ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കണ്ണുകളാണ് ഈ പൊസിഷനിൽ ഈ സാധനം ഇരിക്കുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എൻ്റെ ബ്രെയിനിന് എനിക്ക് ഇതിനെ മാപ്പ് ചെയ്യാൻ പറ്റണം ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന്. അവിടേക്ക് കൃത്യമായി എൻ്റെ കയ്യിൽ ഒരുപാട് മസിലുകളുണ്ട്. ഈ ഓരോ മസിലായിട്ട് ചലിപ്പിച്ചിട്ടാണ് ഇതിനെ കൊണ്ട് എടുപ്പിക്കുന്നത്. ഇതൊരു റോബോട്ടിക്സിലേക്ക് ഇറങ്ങാൻ നമുക്ക് മനസ്സിലാവും ഇത് എത്ര വലിയ ടാസ്ക്കാണ്. ഇത് നമ്മുടെ ബ്രെയിൻ പുല്ലുപോലെ ചെയ്യുന്നത് എങ്ങനെ? ഇങ്ങനെ ഈ ലെവലിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ഒരു ശബ്ദമാണ് ശരിക്കും മ്യൂസിക് എന്ന് പറയുന്നത്. ഒരു തരം ശബ്ദമാണ്. പക്ഷെ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ വൈകാരികതകൾ ഉണ്ടാകുന്നു. നമുക്കതിൽ പ്ലഷറബിൾ ആയിട്ട് തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് ഈ ശബ്ദത്തിന് അത് കഴിയുന്നത്? അല്ലെങ്കിൽ നമുക്ക് പ്ലഷറബിൾ ആണെന്ന് തോന്നുന്ന ശബ്ദങ്ങളുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ അന്വേഷിച്ച കൂട്ടത്തിലാണ് ഞാൻ മ്യൂസിക്കിന്റെ സയൻസിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അതിന് ശബ്ദത്തിന്റെ സയൻസ് അറിയണം, എല്ലാ ശബ്ദവും മ്യൂസിക് ആകാത്തത് എന്തുകൊണ്ടെന്ന് അറിയണം, മ്യൂസിക്കിനെ മ്യൂസിക് ആക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് ഗുഡായിട്ട് പ്ലഷറബിളായിട്ട് തോന്നുന്നത്. ഇങ്ങനെ ചോദിച്ചാൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ. ഈ പറഞ്ഞില്ല, ചിന്തിച്ചാൽ അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. പക്ഷെ അതിന്റെ കൂട്ടത്തില് ചില രാഗങ്ങളൊക്കെ സത്യത്തിൽ അതിനൊരു പ്രണയഭാവമായിരിക്കില്ല ഉണ്ടാവുക. ഇപ്പോൾ ശുഭബന്ധു ഒരാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് പ്രണയഭാവം ഇല്ലെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു ശോകഭാവമോ ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന ഹോണ്ട് ചെയ്യുന്ന ഒരു ടോണൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ പ്രണയഗാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിജയിക്കും. അപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാനും പറ്റും, എന്നാൽ നമ്മളെ പ്രണയത്തിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല അവസ്ഥകളുണ്ട്. ഇപ്പോൾ തലച്ചോറാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ചിട്ടപ്പെടുത്തിയ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പലയിടത്തായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നത്. പക്ഷേ ഈ പ്രയോഗത്തിൽ പുതിയ പുതിയ സാധ്യതകൾ ആൾക്കാർ തേടുമ്പോഴും നമ്മളിത് മ്യൂസിക്കായിട്ട് തന്നെ, ഇപ്പോൾ ട്രാൻസ് മ്യൂസിക് വേറൊരു തലമാണ്. അത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് പോലെ അല്ല അത് ഉണ്ടാക്കുന്ന ഒരു തലം എന്ന് പറയുന്നത്. ഇപ്പോൾ റാപ്പേഴ്സ് ഉപയോഗിക്കുന്നത് അത് ഹിപ്ഹോപ്പ് തന്നെ, അത് വേറൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വന്നെങ്കിലും അത് ഉപയോഗിക്കപ്പെടുന്ന തലം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. സത്യത്തിൽ അതുമായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അത് അതിൻ്റെക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. ഒരുപാട് കൾച്ചറൽ കണ്ടീഷനിങ്ങിന്റെ ഒരു റോൾ ഉണ്ട്. അതെ. അതുമല്ല ഭക്തി, ഇപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു ഭക്തനല്ല, ഞാനൊരു നിരീശ്വരവാദിയാണ്. പക്ഷേ അതിനകത്ത് ആ പാട്ടിനെ ആസ്വദിക്കാൻ എനിക്ക് കഴിയും. ഞാൻ ആ പാട്ടിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കും. അതിൻ്റെ വരികളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതായിരിക്കും. ഇപ്പോൾ മയിൽപീലിയുടെ ഒരു സോങ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിലൊന്നായിട്ട് മാറും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത് എന്തുകൊണ്ടായിരിക്കും, ഇത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്നില്ലേ? ഇത്തരത്തിലൊക്കെ ചിന്തിച്ച് എന്തായാലും ഒരുപാട് ദൂരം പോയിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷെ ഈ ചോദ്യം എന്നെ കുറെ അലട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞത് ഇതേ കാര്യം എനിക്കും ബാധകമാണ്. ഞാൻ എത്രയോ വർഷമായിട്ട് ഈശ്വരനിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളാണ്. ഈശ്വര വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് പല ഭക്തിഗാനങ്ങളും ഇഷ്ടമാണ്. പണിവാക ചാർത്തും ഞാൻ ഉണർന്നു കണ്ണ എന്ന പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് രസം തോന്നും. അതുപോലെ ഉദിച്ചുയർന്നു മാമല മേലെ, അത് പിന്നെ ഞാൻ ലിറിക്സിനേക്കാൾ കൂടുതൽ ശരിക്കും അതിന്റെ സൗണ്ടിന്റെ മ്യൂസിക്കിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ് അതിനകത്തോടെ കൺവേ ചെയ്യുന്ന ആശയം എന്ന് ചിലപ്പോൾ ഞാൻ രണ്ടാമത് ആലോചിക്കും. ഞാൻ ശ്രദ്ധിക്കുന്നത് അതിനകത്തുള്ള ആ മ്യൂസിക്കിന്റെ പോക്ക്,
അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഓർക്കസ്ട്രേഷൻ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചു, അസാധ്യ പാട്ടാണ്. അതെ അല്ല ഈ പാട്ടുകളെല്ലാം. അപ്പൊ അങ്ങനെ പിന്നെ ഇതിനൊക്കെ അന്ന് ഇതിനൊരു നൊസ്റ്റാൾജിയുടെ എലമെന്റ് ഉണ്ട്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് വീടിനടുത്തുള്ള അമ്പലത്തിൽ നിന്ന് സ്ഥിരം ഈ പാട്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ നമുക്ക് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ ആ പഴയ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നു. നൊസ്റ്റാൾജി എന്നൊക്കെ പറഞ്ഞാൽ റിയൽ നമുക്ക് മനുഷ്യനുള്ള ഫീലിങ്സ് ആണ്, അത് പ്ലഷറബിൾ ആണ് നമുക്ക്. അപ്പോൾ അത് മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആണ്. നൊസ്റ്റാൾജി ഏറ്റവും കൂടുതൽ ഇവോക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ പാട്ടും പിന്നെ ഈ രുചിയും ഗന്ധവും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യും. അതിനകത്തൊരു ഇമോഷണൽ സൈഡ് ഉണ്ട്. ആ ഇമോഷണൽ സൈഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം അതിനകത്ത് എനിക്ക് ഇങ്ങനെ അതിനകത്ത് കൺവേ ചെയ്യുന്ന ആശയമല്ല ആ മ്യൂസിക്കാലിറ്റി. അപ്പോൾ അത് മാത്രമല്ല അത് ഭയങ്കര യൂണിവേഴ്സലാണ് മ്യൂസിക് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ നോട്ട്സ് എന്ന് പറയുന്ന സങ്കല്പം എല്ലാ മ്യൂസിക്കൽ കൾച്ചറുകൾക്കും ഉണ്ട്. സ്വരങ്ങൾ നമ്മൾ പല രീതിയിൽ വിളിക്കും, സ്വരങ്ങളുടെ പേര് വ്യത്യാസമായിരിക്കും, സ്വരങ്ങളുടെ എണ്ണത്തിൽ പോലും വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അപ്പോഴും 12 സ്വരങ്ങളാണ് നമുക്കറിയാവുന്ന ഭൂരിഭാഗം സംസ്കാരങ്ങളിലെയും സംഗീതം എന്ന് പറയുന്നത്. സംഗീതമില്ലാത്ത ഒരു സംസ്കാരം, ഒരു സമൂഹം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യർ എവിടെയൊക്കെ കൂട്ടമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലൊരു സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സംഗീതത്തിന് അത് പലപ്പോഴും അവരുടെ ആചാരമാകാം, അവരുടെ ഡയറ്റിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള എന്തെങ്കിലും സംഗീതം എന്ന രീതിയിൽ ഒരു ആചാരമായിട്ടോ, പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈലസ എന്ന് വിളിച്ച് വഞ്ചിപ്പാട്ടെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആ ആയാസത്തിനെ ഒരു താളത്തിലാക്കുക, ഒരു സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെയാണ് അതിനകത്ത് ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിക്കും. നമ്മൾ ഈ ഹൈലസ എന്ന് വിളിച്ച് തുള്ളുമ്പോൾ ഇത് ഒരുമിച്ചാണ്, അത് അതിനകത്തൊരു ഫിസിക്സ് ഉണ്ട്. ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ആ മാക്സിമം ഫോഴ്സ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ആ രീതിയിൽ മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ടാവും. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്, കരച്ചിലിൻ്റെ ഭാഗമായിട്ട്, സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രണയം, ഇതിനെല്ലാം ഭാഗമായിട്ട് ഈ എന്തെങ്കിലും തരത്തിലുള്ള മ്യൂസിക്കാലിറ്റി ഉപയോഗിക്കുന്നത്. ഇത് മനുഷ്യർ മാത്രമല്ല എന്ന് ശ്രദ്ധിക്കണമല്ലോ. നമ്മൾ പാടുന്ന കിളികളെ കുറിച്ച് പറയുക, ശരിക്കും കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദം അത് പലപ്പോഴും അതിൻ്റെ ഇണകളെ ആകർഷിക്കാനാണ് കിളികൾ പാടുന്നത്. കുയിലിന്റെ പാട്ട് ശരിക്കും അത് നമ്മുടെ ബിസിനസ്, നൺ ഓഫ് അവർ ബിസിനസ്. നമ്മൾ അതിന് മറുവിളി വിളിച്ചിട്ട് കുയിലിനെ കൺഫ്യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ അത് ഈ സൗണ്ടിന്റെ ഈ പ്രത്യേകതകൾ നമ്മൾ യൂണിവേഴ്സലാണ്. മനുഷ്യൻ എല്ലാം തന്നെ ഇണതേടലല്ലേ ഏതാണ്ടെല്ലാം, അങ്ങനെ അല്ലാത്ത എൻ്റെ അറിവില്ല. കാരണം ഇതെല്ലാം അതിൻ്റെയൊക്കെ തുടർച്ചയാണ് നമ്മുടെ ലാംഗ്വേജ് എന്ന് പോലും ചില പഠനങ്ങളുണ്ട്. നമ്മുടെ ഭാഷ ഈ പാട്ടിൽ നിന്നും വരുന്നതാണ് എന്ന്. അപ്പോൾ ഈ പിന്നെ ചില അടുത്തിടെ ഞാൻ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വായിച്ചൊരു പഠനം എന്ന് പറയുന്നത്, നമ്മൾ 12 നോട്ട്സ് ആയിട്ട് വിളിക്കുന്നത് ശരിക്കും 12 തരം ഫ്രീക്വൻസികളാണ്. ഇത് നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിലും ഉണ്ട് എന്നാണ്. നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ മ്യൂസിക് ഒരു ചിട്ടയായ മ്യൂസിക്കായിട്ട് മാറുമ്പോൾ നമ്മൾ ഈ ഫ്രീക്വൻസികൾ ഐസൊലേറ്റ് ചെയ്ത് ആ പ്യുവർ ഫ്രീക്വൻസികളെ അറേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ. ആ ശാസ്ത്രം ശരിക്കും മോഡേൺ സയൻസ് എന്ന സയൻസ് അല്ല, പക്ഷെ അതിലൊരു ചിട്ടയുണ്ട്, ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾക്ക് പിന്നിൽ പലതിനും കണക്കുമുണ്ട്, സയൻസും ഉണ്ട്. നിങ്ങൾ പിച്ച് മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസോണൻസ്, കൺസോണൻസ് എന്നൊക്കെ പറയുന്ന കുറേ ആശയങ്ങൾ മ്യൂസിക്, ചില ശബ്ദങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ ഭംഗിയുണ്ടാകും. നമ്മൾ ഈ സ്കൂളിൽ പൈതഗോറസ് തിയറം പഠിക്കുന്നുണ്ടല്ലോ, ഈ പൈതഗോറസ് ആണ് ഈ ഒക്ടേവ് എന്ന് പറയുന്ന ഐഡിയ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഒരു മെറ്റലിനെ ഇങ്ങനെ ഇടിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ആ മെറ്റലിന്റെ പകുതി വൈബ്രേറ്റ് ചെയ്യിച്ചാലും അതുപോലൊരു ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത് നേരെ പകുതി ആകുമ്പോൾ സെയിം സ്വഭാവമുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അതിനെയാണ് ഈ ഒക്ടേവ് എന്ന്, പൈതഗോറിയൻ ഒക്ടേവ് എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ. നമ്മളിപ്പോൾ ഈ ഈ ആദ്യത്തെ സായും രണ്ടാമത്തെ സായും ഉണ്ടല്ലോ, അത് ഒരു ഒക്ടേവ് എപ്പാർട്ട് എന്നാണ് വിളിക്കുക. 1 ഒക്ടേവ് എപ്പാർട്ട്. ഇത് രണ്ടും ഒരേ സ്വരങ്ങളാണ്, പക്ഷെ ഫ്രീക്വൻസി ഡബിൾ ആണ്. ഈ നീളം പകുതി ആകുമ്പോൾ ഫ്രീക്വൻസി ഡബിൾ. ഇത് പൈതഗോറസിനെ നമ്മൾ പഠിക്കുന്ന സയൻസ് ക്ലാസ്സിലാണല്ലോ. അദ്ദേഹമാണ് ഈ സംഗതി ഐഡന്റിഫൈ ചെയ്യുകയും ആ ഒക്ടേവ് എന്ന് പറഞ്ഞ സങ്കല്പിക്കുക ഫോർമുലാക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 12 നോട്ട്സ് യൂണിവേഴ്സലാണ്. ചില കൾച്ചേഴ്സിലൊക്കെ അതിലും കൂടുതൽ നോട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു കണക്കുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എല്ലാ സ്ഥലത്തും ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ ശബ്ദത്തെ ചിട്ടപ്പെടുത്തി അതിനൊരു സോഴ്സ് ഓഫ് പ്ലഷറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളി. അത് സയന്റിഫിക് ആണ്. ഇപ്പം മനസ്സിലായില്ലേ, ഭൂതത്തെയും പ്രേതത്തെയും പിടിക്കാൻ മാത്രമല്ല സയൻസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നിയാൻഡർതാൽസിന്റെ നാശം പോലും നമ്മുടെ ഈ ഭാഷ കൊണ്ടുള്ള കോർഡിനേഷൻ ആണെന്നുള്ള രീതിയിൽ ഹരാരി സംസാരിക്കുന്നുണ്ട്. ഹരാരിയുടെ ആ വാദം ശരിക്കും ഡിബേറ്റഡ് ആണ്. അതായത് മനുഷ്യർ കാരണമാണ് നിയാൻഡർതാലുകൾ വംശനാശം വന്നു പോയത് എന്നൊന്നും നമുക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. മനുഷ്യർക്ക് കൂടുതൽ അതിജീവന സാധ്യത ഉണ്ടായിരുന്നു, നിയാൻഡർതാലുകൾക്ക് അതില്ലായിരുന്നു. മനുഷ്യരുമായിട്ടുള്ള മത്സരത്തിൽ ഒരു പക്ഷേ റിസോഴ്സ് ഷോർട്ടേജോ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് കൂടുതൽ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ സർവൈവ് ചെയ്തു. പക്ഷെ നമ്മളാണ് അവരെ, അത് ഹരാരി ശരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. അതായത് ഹോമോസാപ്പിയൻസ് ആണ് നിയാൻഡർതാൽസിനെ ഇല്ലാതാക്കിയത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്തിരി ഒരു ഓവർ റീഡിങ് ആണ്. അങ്ങനെയില്ല,
കുറെ കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു, ഉം. നമ്മൾ ഇണചേർന്നിട്ടുമുണ്ട്. അതെ, നമ്മൾ സെക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരിൽ ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മനുഷ്യരിലെല്ലാം നിയാൻഡർത്താൽ ജീനുണ്ട്. ഉം. ഉം. അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അതൊക്കെ ഒരു ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഒരു സയൻസ് ഫിക്ഷൻ കഥയ്ക്കൊക്കെ വകുപ്പാണ്. നിയാൻഡർത്താലുകൾ വംശനാശം വന്നു പോയില്ലായിരുന്നുവെങ്കിൽ ഉം. ഇപ്പോഴും നിയാൻഡർത്താലുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഒക്കെ ഉണ്ടാകുമായിരുന്നു. ചിലപ്പം ഒരു സ്പീഷീസ് വാറൊക്കെ നമ്മൾ ഇപ്പോഴും കാണുമായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ വാറുകളൊക്കെ അങ്ങനെയായിരുന്നു. അവർ 40,000 വർഷം മുമ്പ് വരെ ഉണ്ട്, ഉം. അപ്പോഴാണ് അവർ പോകും. ഉം.